ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുസഭാ മാതാവിനോട് ചേർന്ന് നാം ഇന്ന് ആണ്ടുവട്ടത്തിലെ 4ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിൽ നാം അർപ്പിക്കേണ്ട പ്രത്യാശയെപ്പറ്റിയും കർത്താവ് മാത്രമായിരിക്കണം നമ്മുടെ പ്രത്യാശയും എന്നുള്ള വലിയ ചിന്തകളാണ് ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മപ്പെടുത്തുക. ഇന്നത്തെ 1ാമത്തെ വായനയായ സെഫനിയായുടെ പുസ്തകത്തിൽ കർത്താവിന് വേണ്ടി തിരഞ്ഞെടുത്ത് മാറ്റിവെക്കപ്പെട്ട ഒരു ജനത്തെപ്പറ്റിയുള്ള ചിന്തകളിൽ നമ്മൾ കാണുന്നുണ്ട്. അവരെല്ലാവരാലും അവഗണിക്കപ്പെട്ടപ്പോഴും എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടപ്പോഴും കർത്താവ് അവർക്ക് നൽകിയ വാഗ്ദാനം എപ്പോഴും അവരോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള വലിയ ചിന്തയാണ്. വീണ്ടും ഇന്നത്തെ പ്രതിവചന സങ്കീർത്തന ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് എന്നും സമീപസ്ഥനാണ് സങ്കീർത്തകൻ നമ്മെ ഓർമ്മപ്പെടുത്തുക. 2ാമത്തെ വായനയായ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതുന്ന 1ാമത്തെ ലേഖനത്തിൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള ചിന്തകളാണ് നാം കാണുക. മാനുഷികമായ തിരഞ്ഞെടുപ്പുകളേക്കാൾ വ്യത്യസ്തമാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് ഇന്നത്തെ 2ാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യൻ ബാഹ്യമായ മോടികളിലും ജ്ഞാനത്തിലുമൊക്കെ കണ്ണുവെക്കുമ്പോൾ ദൈവം മനുഷ്യ ഹൃദയങ്ങളെയാണ് വിവേചിച്ചറിയുന്നതെന്നും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മാനുഷികമായ ചിന്തകളേക്കാൾ വ്യത്യസ്തങ്ങളാണെന്നും ഇന്നത്തെ 2ാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അഷ്ടസൗഭാഗ്യങ്ങളെപ്പറ്റിയാണ് നാം അവിടെ കാണുക. കർത്താവിനാൽ പ്രത്യേകമാംവിധം തിരഞ്ഞെടുക്കപ്പെട്ട കർത്താവിൻ്റെ ജനത്തെയാണ് നാം കാണുക. പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട് എന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും നമ്മൾ കടന്നു പോകുന്നവരാണ്. പലപ്പോഴും സമൂഹത്തിൽ നിന്നും എല്ലാവരാലും മാറ്റി നിർത്തപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. ഈ ഓരോ നിമിഷവും കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും സംരക്ഷണവും നമ്മോട് കൂടെയുണ്ട് എന്നൊരിക്കലും നമുക്ക് മറന്നു പോകാതിരിക്കാം. കർത്താവിനാൽ പ്രത്യേകമാംവിധം തിരഞ്ഞെടുക്കപ്പെട്ടവരായ നാം ഓരോരുത്തരും നമ്മുടെ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ അദൃശ്യമായ കരം നമ്മോട് കൂടെ ഉണ്ടെന്നും ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിപരീതമായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ലെന്നുമുള്ള വലിയ ബോധ്യത്തോടു കൂടി മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. പഴയ നിയമ പുതിയ നിയമ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, വായനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച ഒരുവനും നശിച്ചു പോകാനായിട്ട് അവിടെ ഇടയാക്കിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവിൽ മാത്രം പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.